ചിന്തിക്കാത്ത പോലത്തെ കാര്യം. And like I know how much you were involved in the whole thing, you know. അമ്മ എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. ഒരു അമ്മൂമ്മയുടെ നല്ല ഒരു മനുഷ്യന്റെ വായിന്ന് പോലും വന്നുകൂടാത്ത തരത്തിലുള്ള എനിക്ക് ഒരിക്കലും ഇതിന്റെയൊക്കെ പ്രൂഫും കാര്യങ്ങളും നമ്മുടെ ഉണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണ് നമ്മൾ പുറത്ത് വിടുക? ദയവ് ചെയ്ത് നിങ്ങളത് പുറത്ത് വിടും. കാരണം ഇനി നാട്ടുകാർ അറിയാനും മാത്രമുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? എല്ലാം പുറത്ത് തന്നെയാണല്ലോ കിടക്കുന്നത്. അതുകൊണ്ട് ചോദിച്ചാണ് കേട്ടോ. ഈ തൻവി എന്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും വീണ്ടും ഈ മുത്തശ്ശിയെ കൊണ്ടേ ഇരുത്തിക്കൊണ്ട് കുത്തി കുത്തി ചോദിച്ചിട്ട് പല കാര്യങ്ങളും പുറത്ത് കൊണ്ടുവന്നത്? യെസ്, തൻവിയുടെ ഭാഗം ക്ലിയർ ചെയ്യേണ്ടതായിട്ടുണ്ട്. തൻവിയെ നോക്കിയത് അമ്മൂമ്മയാണ്. അമ്മൂമ്മയെ ഇവരാരും നോക്കിയിട്ടില്ല. അമ്മൂമ്മ ഇനി എന്നെ എന്ത് തെറി വിളിച്ചാലും ഇനി അവിടെ എന്തൊക്കെ കാണിച്ചു കൂട്ടിയാലും ഞാനൊന്നും പറയില്ല. കാരണം എൻ്റെ അമ്മയുടെ സ്ഥാനത്തും കൂടിയാണ് അമ്മൂമ്മ. ഇതാണ് തൻവിയുടെ ഒരു ഭാഗം. ഇതാണ് തൻവിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളും പറയുന്നത്. തൻവി ഒരു കുഞ്ഞിനെ നോക്കാൻ വളരെ കഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നും അവരെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല എന്നാണ് ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് വന്നിട്ട് പറഞ്ഞിട്ടുള്ളതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം എൻ്റെ വീഡിയോൻ്റെ അടിയിലും കമൻറ്റിൽ അത് തന്നെയാണ് കിടക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ തൻവി മനഃപൂർവ്വം തന്നെയല്ലേ ഇങ്ങനെ ഒരു കാര്യം കൊണ്ടുവന്നിട്ടുണ്ടാവുക? ജനങ്ങളുടെ ആ ഒരു സിമ്പതി വീണ്ടും നേടിയെടുക്കാൻ വേണ്ടിയിട്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും ഇനി ഞാൻ KK ഫാമിലിയെ വെള്ളപൂശം വന്നതാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ വെറും തോന്നൽ മാത്രമാണ്. ഞാൻ ആരെയും വെള്ളപൂശില്ല. ഇവിടെ രണ്ടുപേരും സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്ന് ഇട്ട ഈ ഒരു സാധനം അവരുടെ വീട്ടിൽ മാത്രം പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയമായിരുന്നു. അത് ലക്ഷക്കണക്കിന് ആളുകളുടെ മുന്നിലേക്ക് അങ്ങോട്ട് വാരിക്കോരി ഇട്ട് കൊടുത്തു എന്നുള്ളതാണ്. ഓക്കെ, ഇവർക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരുന്നത് ആ മരണപ്പെട്ടു പോയ മുത്തശ്ശനോട് മാത്രമാണ്. അത് തൻവിക്കും അങ്ങനെയൊക്കെ തന്നെ ആയിരുന്നു. പക്ഷെ എന്താ ചെയ്യുക, ഇവരെ നോക്കാതിരിക്കാൻ കഴിയില്ല. കാരണം എന്നെ നോക്കി എന്നുള്ള ഒരു സിമ്പതി അവിടെ ഉണ്ട്. പിന്നെ കാനഡയിലേക്ക് പോകാനുള്ള സമ്പത്തും അമ്മൂമ്മ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അമ്മൂമ്മ പൈസ എപ്പോൾ ചോദിച്ചാലും അത് കൊടുക്കാൻ ബാധ്യസ്ഥയാണ് തൻവി. ഓക്കെ, നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇറങ്ങേണ്ട കാര്യമൊന്നുമില്ല. ഇവരെന്നെ സോഷ്യൽ മീഡിയയിൽ കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഏകീകരിച്ച് നോക്കാമെന്നുള്ളതാണ്. സിന്ധു കൃഷ്ണ അവരുടെ അച്ഛനുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചെയ്ത ഒരു വീഡിയോ അതൊന്ന് കാണണം കേട്ടോ. സാറ്റർഡേ ഡാഡിയെ കൊണ്ട് ഹോസ്പിറ്റലിൽ പോയപ്പോൾ ECG എല്ലാം ചെയ്ത് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. വെരി ഹാപ്പി. സൺഡേ ഡാഡി ഉച്ചയ്ക്ക് ഇവിടെ ഇരുന്നിട്ട് മോഹൻലാലിൻ്റെ ശ്രീനിവാസിൻ്റെ ഏതോ ഒരു സിനിമയുടെ കോമഡിയൊക്കെ കണ്ട് എൻജോയ് ചെയ്തിരിക്കുന്ന ഒരു വിഷ്വൽ എനിക്ക് ഡാഡിയുടെ ഹോം നേഴ്സ് അയച്ചു തന്നു. അന്ന് ആ ദിവസം ഞങ്ങൾ വൈകുന്നേരം നമ്മൾ എന്നിട്ട് ടാജിൽ പോയത് സാർ. അപ്പോഴാണ് ഇതുപോലെ പെട്ടെന്ന് ഡാഡിക്കൊന്ന് കൊളാപ്സായി ബാത്റൂമിലെന്ന് പറഞ്ഞ് വിളിച്ചത്. ഞാൻ ആംബുലൻസ് വിളിക്കുമ്പോഴും ബിച്ചുവിൻ്റെ ഡ്രൈവർ വരുമ്പോഴൊക്കെ എൻ്റെ മനസ്സിൽ ഈ ജസ്റ്റ് ഗോ എവരി ഓക്കെ. ഞാൻ അവിടെ നിന്ന് തിരിച്ചു വരുന്ന ഫുട്ടേജസ് ഒക്കെ ഇതിലുണ്ട്. എൻ്റെ മനസ്സിൽ ഓക്കെ, ഞാൻ എത്തുമ്പോൾ ഡാഡിയോടെ നോർമലായിട്ട് ഇരിക്കുമായിരിക്കും. ജസ്റ്റ് അനദർ എപ്പിസോഡ്, എപ്പോഴും പറ്റുന്ന പോലെ അനദർ എപ്പിസോഡായിരിക്കും. ഡാഡി വാസ് ഡൂയിങ് വെൽ. കുറച്ച് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ബാക്കി നമ്മൾ എന്ത് ടെസ്റ്റ് ചെയ്താലും എന്ത് ചെയ്താലും എല്ലാം ഓക്കെ ആയിരുന്നു. എക്സെപ്റ്റ് ഈ ഒരു സ്ട്രോക്ക് വന്നതിൻ്റെയും ഒരു സർജറി കഴിഞ്ഞതിൻ്റെയും ഒക്കെ ആയിട്ടുള്ള ചെറിയ ചെറിയ നോർമൽ, അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഡാഡി വെന്റ്. വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരവസ്ഥയിലാണ് ആൾ മരണപ്പെട്ടത് എന്നാണ് ഇവർ പറയുന്നത്. ഇവർക്ക് അത്രമാത്രം അച്ഛനോട് കണക്ഷൻ ഉണ്ടായിരുന്നു എന്ന് ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുള്ളതാണ്. നേരെ തിരിച്ച് അമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരം കാര്യങ്ങൾ പറയുന്നതായിട്ടുള്ള വീഡിയോസ് ഞാൻ എവിടെയും കണ്ടില്ല എന്നുള്ളതാണ്. അതായത് അമ്മയുടെ ആ ഒരു സ്വഭാവം അവർക്ക് തീരെ പിടിച്ചില്ലായിരുന്നു എന്നുള്ളതാണ്. നിങ്ങളിത് കേൾക്കുമ്പോൾ ചില ആളുകൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഉണ്ടാവും, അമ്മമാരെ എത്ര തെറി വിളിച്ചാലും നമ്മൾ എന്ത് പറഞ്ഞാലും നമ്മൾ അവരെ സ്നേഹിക്കാതിരിക്കാൻ കഴിയില്ല, അവരെ തള്ളി പറയാൻ കഴിയില്ല എന്നുള്ളതൊക്കെ സാഹചര്യങ്ങളാണല്ലോ പല ആളുകളെയും പലതും പറയുന്നതും പലതും ചെയ്യിക്കുന്നതും. ഇപ്പം നമ്മുടെ വീട്ടിലൊന്നും അത്തരം പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇത്തരം ഭയങ്കര സാമ്പത്തിക ഭദ്രതയുള്ള ആളുകൾ, വിദ്യാഭ്യാസമുള്ള ആളുകൾ, അവരുടെ വീട്ടിലൊക്കെ ഇത്തരം കാര്യങ്ങൾ കാണാനുണ്ട്. മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഇത് അത്രയ്ക്ക് കാണാനില്ല എന്നുള്ളതാണ്. സമ്പത്ത് കുമിഞ്ഞു കൂടുമ്പോഴും വിദ്യാഭ്യാസം കുറച്ച് കൂടുമ്പോഴും എല്ലിൽ കുത്തുന്നു എന്നൊരു പരിപാടി നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. അതൊക്കെ തന്നെയാകാം ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ ചില അമ്മൂമ്മമാർ ഇങ്ങനെ തന്നെയാണ്, ഒരു തർക്കമില്ലാത്ത കാര്യമാണത്. ചില അമ്മമാരും ഇങ്ങനെ തന്നെയാണ്. നമ്മൾ നമ്മുടെ വീട്ടിലത്തെ കാര്യം വെച്ച് നോക്കുമ്പോൾ നമ്മൾ വീട്ടിൽ ഓക്കെ ആണെന്ന് കരുതിക്കൊണ്ട് അപ്പുറത്തെ വീട്ടിൽ അങ്ങനെ ആവണമെന്ന് ഒരു നിർബന്ധമില്ല. സീരിയൽ പോലെ തന്നെയാണ് പല വീടുകളിലും പലതും നടക്കുന്നത് അല്ലേ? എൻ്റെ വീടിൻ്റെ അടിയിൽ കുറേ കമൻറ്റ് കിടക്കുന്നുണ്ട്. എൻ്റെ അമ്മായിയമ്മ എന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, പ്രഗ്നൻ്റ് ആയി ഇരിക്കുന്ന സമയത്ത് പോലും ഉപദ്രവിച്ചു, അങ്ങനെ പല ആളുകളും രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളൊറ്റ കണ്ണിലേ കാണുന്നുള്ളൂ നമ്മുടെ വീട് സേഫാണേ, നമ്മുടെ വീട്ടിൽ അങ്ങനെ കുഴപ്പമില്ലേ, നമ്മൾ പറയും ഇങ്ങനെ അമ്മ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിലും അമ്മയെ നമ്മൾ ചേർത്ത് വെക്കണം. ഇത് പറയും, ഞാനും ആ നിലപാടുകാരനാണ്. പക്ഷേ നമുക്കത് പറയാൻ കഴിയും നമ്മൾ സേഫ് സോണിലായതുകൊണ്ടാണ്. ഇവരങ്ങനെ ആവണമെന്ന് നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയുള്ള ആളുകളിൽ പെട്ട ആളാണ് സിന്ധു കൃഷ്ണ. ഞാനങ്ങനെ മനസ്സിലാക്കുന്നത്. തൻവി തന്നെ അത് തുറന്ന് പറയുന്നുണ്ട്, അമ്മൂമ്മയെ അഡ്ജസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അമ്മൂമ്മ തന്നെ പറയുന്നുണ്ട്, ഇങ്ങോട്ട് എന്തിൽ പറഞ്ഞ 4 ഞാൻ അങ്ങോട്ട് പറയുന്നുള്ളത്. ഓക്കെ, അപ്പൂപ്പൻ്റെ മരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അഹാന പറയുന്ന ഈ വാക്കൊന്ന് കേട്ടെ. വീഡിയോയിൽ പറഞ്ഞിട്ട് അമ്മ പറഞ്ഞത് അപ്പൂപ്പനെ ഇഷ്ടപ്പെടും. അന്ന് അപ്പൂപ്പൻ മരിച്ച ദിവസം അന്ന് വൈകുന്നേരം ചായ കുടിച്ചിട്ട് ഈ ചിപ്സും കഴിച്ചു. അതൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിട്ട് പിന്നെയാണ് ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നതും
ഇങ്ങനത്തെ കാര്യങ്ങളും. സോ ഓക്കെ, ഈ അപ്പൂപ്പന്റെ കാര്യം പറയുമ്പോൾ ഇവർ രണ്ടുപേരും വളരെ എനർജറ്റിക് ആയിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് അവർ തമ്മിലുള്ള ഒരു ബോണ്ട് അത്രത്തോളം വലുതായിരുന്നു എന്നുള്ളതാണ് അല്ലെ. ഇനി ഈ തൻവി മുത്തശ്ശിയെ കൊണ്ട് ചില കാര്യങ്ങൾ പറയിക്കുന്ന പഴയ ഒരു വീഡിയോ ഇതൊന്ന് കണ്ടോക്കി. അമ്മൂമ്മക്ക് ഈ ലോകത്ത് ഏറ്റവും ഇഷ്ടമുള്ള ആരാണ്? ഇഷ്ടം എന്റെ തന്നെയാണ്. ആ അമ്മമ്മയ്ക്കും അപ്പൂപ്പനും ഇഷ്ടം തന്നെ. ആണല്ലേ? പക്ഷെ ഇപ്പൊ ലിയാനെ ഇഷ്ടമാണ്. ഏറ്റവും കൂടുതൽ ആരെ ഇഷ്ടം? ഏറ്റവും ലിയാന് അത് തന്നെ ലിയാനെ രണ്ടുപേരെയും ആ അതാണ് നല്ലത്. ഓക്കെ, ആരെങ്കിലും പറഞ്ഞു ചെയ്യുന്നതാണോ അമ്മൂമ്മ? അല്ല അല്ല, ആത്മാർത്ഥമായിട്ട് ആരെങ്കിലും പറഞ്ഞു ജയിക്കാനാണ് അമ്മൂമ്മ. ഈ വാക്ക് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ വീഡിയോയിൽ എക്സ്പ്ലനേഷനേറ്റീവ് അമ്മൂമ്മയെ കൊണ്ടേയിരുത്തി കുത്തി കുത്തി ചോദിക്കുന്ന സമയത്ത് നമ്മളിത് കണ്ടിട്ടുണ്ടാവും. അതാണ്. പിന്നെ ചില ആളുകൾ പറയുന്നൊരു കമൻ്റാണ്, അതായത് നിങ്ങളും വയസ്സാവും സിന്ധു കൃഷ്ണ, നിങ്ങളെയും നിങ്ങളുടെ മക്കൾ ഇങ്ങനെ നോക്കുന്നു. എനിക്ക് തോന്നുന്നില്ല കേട്ടോ അങ്ങനെ നോക്കുന്നുള്ളത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിലേ അവരെല്ലാവരും ഒരേ ബോണ്ട്, ഒരേ രീതിയിൽ പെരുമാറുന്നു. അത് പ്രത്യേകത അങ്ങനെയാണ്, ഒരേ രീതിയിലാണ് പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവരെന്തായാലും ഇപ്പൊ 4 മക്കളുണ്ട്, ഒരാളെങ്കിലും നോക്കുന്നു. ഞാൻ കണ്ടിട്ട് മനസ്സിലാക്കിയത് അങ്ങനെയാണ്, വയസ്സായാൽ നിനക്കും കിട്ടും എന്നുള്ളത്. ആ കുട്ടികളെ സിന്ധു കൃഷ്ണ വളർത്തിയ രീതിയുണ്ട്, അത് നമ്മളെ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നുള്ളതാണ്. പക്ഷേ മറ്റേ ആ ഒരു വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ, അതല്ല കേട്ടോ, അതല്ല, അത് വേറെ. അത് അവർക്ക് പറ്റിയൊരു തെറ്റ്, ഒരു മണ്ടത്തരം, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അവർ വളർത്തിയ രീതി വെച്ച് നോക്കുമ്പോൾ സ്വാതന്ത്ര്യം കിട്ടുന്നു എന്നുള്ള കാര്യമാണ് ആ കുട്ടികൾ പറയുന്നത്. അവരുടെ സ്വാതന്ത്ര്യം അത് അവരുടേതാണ് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് നല്ല സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. സ്വാഭാവികമായിട്ടും അവരെ നോക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയാനൊന്നും കഴിയില്ല, കാലം പോകുന്ന പോക്കിനനുസരിച്ച് കാര്യങ്ങളൊക്കെ മാറാനുള്ള സാധ്യത ഉണ്ടല്ലോ. ആ മുത്തശ്ശിയുടെ സ്വഭാവം എന്തായാലും തൻവിയുടെ ആ അമ്മച്ചിയില്ലേ പോയത്, അതിനാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞില്ല. ഇനി അമ്മൂമ്മ അഹാനെ കുറിച്ച് പറഞ്ഞ ഈ വാക്കുകൾ ഒന്നുകൂടി ഞാനൊന്ന് ഓർമ്മിപ്പിക്കുകയാണേ. അമ്മ എന്നെ അടിക്കാനായിട്ട് വന്നായിരുന്നു. ഞാൻ പറഞ്ഞു എന്നെ അടിച്ചാൽ ഞാൻ ഇപ്പൊ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നെ നീ എന്റെ ദേഹത്ത് തൊട്ടാ ഞാൻ പോലീസിനെ വിളിക്കാം. അതും അർജുനാണ് വിളിച്ച് പറഞ്ഞത് അമ്മ അങ്ങോട്ട് വരണുണ്ടെന്ന്. അപ്പൊ എനിക്ക് ഞാൻ ചോദിച്ചു ഇഷാനിയായിട്ടാണ് വരുന്നത്, കാരണം ഇഷാനിയൊക്കെ ഡീസന്റ് പിള്ളേരാണ്. ആ വീട്ടിലേക്ക് ഇഷാനിയും ഹൻസികയും ഓസിയൊക്കെ. അമ്മൂമ്മക്ക് പ്രശ്നം ഈ സ്ത്രീയോട് മാത്രമാണെന്നുള്ളതാണ്, അഹാന എന്ന് പറയുന്ന പെൺകുട്ടിയോട് മാത്രം. അഹാന അത് പറഞ്ഞു ഇത് പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അഹാന പറഞ്ഞ ഒരു വാക്കിനോട് എനിക്ക് യാതൊരു യോജിപ്പില്ല. അമ്മൂമ്മ പ്രായമായത് കൊണ്ട് തന്നെ, ഓർമ്മക്കുറവുള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി എന്നുള്ളതാണ്. പക്ഷേ അവരവരുടെ ഫാമിലി ഗ്രൂപ്പിൽ അത് കൊണ്ടേ ഇട്ടു എന്നും അത് അമ്മൂമ്മക്ക് തന്നെ അയച്ചു കൊടുത്തു എന്നുള്ള കാര്യമൊക്കെ പറയുന്നത്. അഹാന പറയുന്നൊരു വാക്കുണ്ട്, നിങ്ങൾക്ക് ആർക്കെങ്കിലും അമ്മൂമ്മ അയച്ച ആ ഒരു ഓഡിയോ കേൾപ്പിച്ചു തരണമെങ്കിൽ നേരിട്ട് വന്നാൽ ഞാൻ കേൾപ്പിച്ചു തരാം എന്നുള്ളത്. അപ്പം നിങ്ങൾ അങ്ങോട്ട് അയച്ചു കൊടുത്ത ഓഡിയോസൊക്കെ നിങ്ങൾ തന്നെ ഡിലീറ്റ് ചെയ്തിരുന്നല്ലോ. അപ്പം പിന്നെ അവിടെയും ഇല്ലേ കുറേ മിസ്റ്റേക്കുകൾ എന്നൊരു ചോദ്യം അവിടെ കിടക്കുന്നുണ്ട്. അഹാനയുടെ പേര് അഹാന എന്ന് മാറ്റിയിട്ട് അഹംഭാവമാക്കണം എന്നൊക്കെ പറയുന്ന ഒരു കമൻറ്റ് ഞാൻ കണ്ടിട്ടു. അഹംഭാവം അതാണ് നല്ലത്, അഹങ്കാരം. എന്നാണ് നിർത്തിക്കോളൂ, എന്നിട്ട് അഹങ്കാരം, അഹംഭാവം, അഹമതി എന്നൊക്കെ ചേർക്കണമെന്ന് ഞാൻ കമൻറ്റിൽ കണ്ട ചിരിച്ചൊരു ഇതായിക്കണമെന്നുള്ള ഇൻസ്റ്റാഗ്രാമിൽ കിടക്കുന്ന ഒരു കമൻറ്റാണേ. ഓക്കെ, അപ്പോൾ അഹാന കൃഷ്ണയുടെ ഭാഗത്ത് നല്ല മണ്ടത്തരം പറ്റിയിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ വയസ്സിന് മൂത്ത ഒരാളെ തെറി വിളിച്ചതിൽ നമുക്ക് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയില്ല. അത് മുത്തശ്ശി ഒന്ന് പറയുന്നുണ്ട്. ഇനി മുത്തശ്ശിയെ പൂർണ്ണമായിട്ട് എടുക്കണ്ടോ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. ഇനി തൻവിയുടെ രംഗപ്രവേശനമാണ്. തൻവി വന്നതുമായി ബന്ധപ്പെട്ടുള്ള ഒരു കാര്യം. തൻവി എന്തിനാ അവിടെ വന്നത് നമ്മൾ പൊളിച്ചടക്കിയതാണ്, മകന്റെ ചികിത്സയ്ക്ക്. അതവിടെ നിൽക്കട്ടെ, നമുക്ക് തൻവി പറഞ്ഞ കാര്യങ്ങൾ ഒന്നും കൂടി കേൾക്കാം. അവർ തമ്മിൽ അടിച്ച് പിരിഞ്ഞു, അവർ നോക്കത്തില്ല എന്ന് പറഞ്ഞ് ഞാനും പറഞ്ഞു ഓക്കെ എങ്കിൽ നിങ്ങൾ നോക്കണ്ട, എന്നെ നോക്കിയവരല്ലേ ഞാൻ വന്ന് നോക്കിക്കോളാം. ഇത്രയും നടന്നുള്ള സംഭവം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു മാലാകാളെന്നും അതെല്ലാം ഇല്ലെന്ന് പറയുന്ന ആൾ ആദ്യം അവർ ചെയ്ത ചാറ്റും കാര്യങ്ങളും മറക്കാതെ എല്ലാ സ്ക്രീൻഷോട്ടും കാര്യങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ആദ്യം അവരത് ഓർത്തിട്ട് വേണം ചെയ്യാൻ. അല്ലാതെ അവർ നല്ലവരാണെന്നോ സ്വന്തം അമ്മൂമ്മ എത്ര പ്രശ്നമാവട്ടെ അങ്ങോട്ട് ഒരു സ്വന്തം അമ്മൂമ്മേനെ വിളിക്കുന്നതാണ് ബിച്ച് കുഞ്ഞെണീച്ച കാരണം കുറച്ചും കൂടി കാര്യങ്ങൾ പറയാനുള്ള മറന്നുപോയി, അല്ലെങ്കിൽ എന്തൊക്കെ പറയായിരുന്നു. അപ്പം അഹാന എന്ന് വിളിച്ചു പറഞ്ഞു, എന്ന് വിളിച്ചു. തിരിച്ച് അവിടുന്ന് വിളിച്ചു, ഇവിടുന്ന് അങ്ങോട്ടും വിളിച്ചു. എന്തായാലും നല്ല അടിപൊളി ഫാമിലി കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല വിളി, അടിപൊളി കഴിഞ്ഞില്ല. ഇനി ഇവരിവിടെ വരാനുള്ള ഒരു കാരണത്തെ കുറിച്ചിട്ടും എങ്ങനെയാണ് വന്നത് എന്നുള്ളത് അഹാന പറയുന്ന ഒരു കാര്യം കേൾക്കണം കേട്ടാ. അതിനുശേഷം നമുക്ക് മറ്റേത് പൊളിക്കാം. അത് അമ്മയുടെ കയ്യിലിരിപ്പ് കാരണമാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ മെറ്റേണിറ്റി ലീവ് സമയത്ത് നാട്ടിൽ വന്ന് അമ്മയുടെ കൂടെ നിൽക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെയും കയ്യടി ഉണ്ടല്ലോ, പക്ഷെ അവിടെ കയ്യടി മാത്രമാണ്, നമുക്കൊരു നെഗറ്റിവിറ്റി അവിടെ ഇല്ലാതെ വെറുതെ ആവശ്യമില്ലാതെ ഉണ്ടാക്കി തരുന്നില്ല. ദാറ്റ് ഇസ് പ്രോബബ്ലി ദ നറേറ്റീവ് ഷീ ഷുഡ് ഹാവ് ചോസൻ ഇഫ് അറ്റ് ഓൾ ഷീ വാണ്ടഡ് എ നറേറ്റീവ്. I don't understand this narrative drama and all because we like to keep things like how it is. പക്ഷേ എനിവേസ് ഒരു നാരറ്റീവ് ചൂസ് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ചൂസ് ചെയ്യണമായിരുന്നു. ബട്ട് ദാറ്റ് ഇസ് സോ സർപ്രൈസിങ് ഫോർ അസ്. കാരണം ഈ ഏപ്രിലിൽ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമുക്കറിയാവുന്നിടത്തോളം ഇന്ത്യയിലോട്ട് വരാൻ ഡിസൈഡ് ചെയ്തതല്ല തൻവി. ഇൻഫാക്ട് സെപ്റ്റംബറിൽ ഇവിടുന്ന് പോകുമ്പോൾ തന്നെ അവിടെ പോയി എല്ലാം ഒന്ന് സെറ്റപ്പ് ആക്കി. സെപ്റ്റംബർ ഓഫ് 2024 ഒക്ടോബറിലാണ് തൻവി പോകുന്നത്. ഓസിയുടെ കല്യാണം കഴിഞ്ഞ് അന്നേ പോയിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ നാട്ടിൽ വരും എന്നുള്ള രീതിയിലാണ് തൻവി പോകുന്നത് തന്നെ. ഓക്കെ, അതായത് അവിടെ പോകുന്ന കാര്യം മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ട് പോയി എന്നാണ് പറയുന്നത്. പക്ഷേ അവരുടെ കുഞ്ഞിനൊരു അസുഖമുണ്ട്. ആ അസുഖം അവിടെ
ചികിത്സിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു പനി വന്നാൽ പോലും ബുക്ക് ചെയ്യുന്ന അവസ്ഥയെക്കുറിച്ച് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണ്. ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഒരു മാസമൊക്കെ കഴിഞ്ഞിട്ട് ഡോക്ടറെ കാണാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ ഇന്ന് ബുക്ക് ചെയ്ത് നാളെ കാണാം, ഇനി നേരിട്ട് പോയിട്ടും കാണാമെന്നുള്ളതാണ്. അപ്പോൾ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ അത് എളുപ്പമായിരിക്കും. പിന്നെ എന്തായാലും സാലറിയോട് കൂടിയിട്ടുള്ള ലീവാണ്. നാട്ടിൽ വന്നിട്ട് അമ്മൂമ്മയുടെ കൂടെ നിൽക്കാം. അമ്മൂമ്മയുടെ കയ്യിൽ അത്യാവശ്യം സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ വെറുതെ പറഞ്ഞതെന്നുള്ളൂ. അപ്പോൾ ഡോക്ടറെ കാണിക്കാനൊക്കെ പ്രയാസമില്ല. പിന്നെ ഊരവേദന ഉണ്ട്, ചവിട്ടി ഒഴിയണം എന്നൊക്കെ പറയുന്നത്, അതൊക്കെ നാട്ടിലല്ലേ നടക്കുള്ളൂ. അതിനാണ് വന്നത് സത്യത്തിൽ. ഇനി തൻവി എന്തിനാണ് ഈ നാരദപ്പണി എടുക്കുന്നത് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഈ നാരദപ്പണിയുടെ മെയിൻ സാധനം എന്താ അറിയോ? അമ്മൂമ്മക്കേട്ട് ഇത് പറയിപ്പിക്കല കേട്ടോ. പറഞ്ഞോ. എൻ്റെ മക്കൾ എന്നെ അമ്മ എന്നെ കാനഡ വിളിച്ചു വരുത്തിയത് എന്തിനാണ് എന്ന് പറ. കാനഡയിൽ നിന്ന് ആ കൊച്ചിനെ ഞാൻ വിളിച്ച് വരുത്തിയത് സത്യത്തിൽ എന്നെ നോക്കാൻ ആരുമില്ല, ആരും ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ഞാൻ വിളിച്ചു വരുത്തിയത്. ഞാൻ വിളിച്ചിട്ട് തന്നെയാണ് ആ കൊച്ചു വന്നത്. അതിൻ്റെ അപ്പൂപ്പൻ മരിക്കുന്നതിന് മുമ്പേ അതിൻ്റെ അപ്പൂപ്പനെ പറഞ്ഞു, മക്കളെ നീ ഇഞ്ഞു വാ, ഞങ്ങളെ രണ്ടുപേരെയും നോക്കണം, നീ ഇഞ്ഞു വാ, നീ ഇഞ്ഞു. പക്ഷേ അപ്പൂപ്പന്റെ കാര്യങ്ങൾ അവർ നോക്കുന്നുണ്ടായിരുന്നല്ലോ. എൻ്റെ ഭർത്താവിൻ്റെ കാര്യങ്ങൾ സിന്ധു നോക്കുമായിരുന്നു, പക്ഷേ എൻ്റെ ഒരു കാര്യം അവൾ നോക്കാറില്ല. അമ്മൂമ്മേനെ കുറേ വർഷങ്ങൾ നോക്കി. എന്നെ വർഷങ്ങൾക്ക് മുമ്പ് നോക്കിയിട്ടുണ്ട്. വർഷങ്ങൾക്കെന്ന് വെച്ചാൽ ഒരു പിന്നെ ഒരു 3 കൊല്ലത്തിന് മുമ്പ് വരെ എന്നെ ശരിക്കും നോക്കിയിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം എന്നെ നോക്കാറില്ല. അത് കാരണം എന്താണെന്ന് എനിക്കറിയില്ല. എൻ്റെ ഒരു സ്വഭാവത്തിന് എന്നെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറഞ്ഞാൽ അത് എൻ്റെ ഒരു സ്വഭാവമാണ്. അത് ഞാൻ പറയും. അത് ഞാൻ അറിയാതെ പറഞ്ഞു പോകണം. ഇതിൽ അമ്മൂമ്മേനെ പറയുന്ന അമ്മൂമ്മ കൊച്ചുമോളോടൊന്നും പറയാൻ പാടില്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതങ്ങനെ പറയാനുള്ള റീസൺ എന്താണ്? എങ്ങനെയുണ്ട്? അമ്മൂമ്മ ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാൽ 4 എണ്ണം അങ്ങോട്ട് പറയും. അതിൽ തന്നെ വ്യക്തമായിട്ട് മനസ്സിലാവും അവർ പറഞ്ഞ കാര്യങ്ങളും കറക്റ്റ് ആണെന്നുള്ളത്. അതായത് അമ്മൂമ്മ വായ തോന്നി വിളിച്ച് പറയും. അവർക്കത് പറ്റിയില്ല, അവർ ഒഴിവാക്കിപ്പോയി. എന്തായാലും ഇവരുടെ ഭർത്താവിനെ, അവരുടെ അച്ഛനെ അല്ലെങ്കിൽ അവരുടെ മുത്തച്ഛനെ അവർ നല്ല രീതിയിൽ നോക്കിയിട്ടുണ്ട് കേട്ടോ. അതെന്നെ വലിയ ഭാഗ്യം. അതിനിടയിൽ കൊച്ചുമോൾ എന്തൊക്കെയോ വിളിച്ചെന്ന് പറയുന്നുണ്ടല്ലോ. ഇട്ട് കൊടുക്കുന്നത് ആരാ നോക്കണം, അതാണ്. അമ്മു എന്നെ എടി അവളെ ഇവളെ എന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് പറയാൻ വയ്യ. അമ്മു എന്നെ എങ്കിൽ പിന്നെ എനിക്ക് ഓസിയെ ഇഷാനെയും ഹൻസിയേനെയും പറഞ്ഞൂടെ? അവരാരും എന്നെ ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അമ്മു മാത്രമേ എന്നെ ഇങ്ങനെയെല്ലാം പറഞ്ഞിട്ടുള്ളൂ. അമ്മ പറഞ്ഞിട്ടുള്ള വാചകങ്ങൾ ഇതിൽ ഞാൻ ഈ വാട്സപ്പിൽ ഞാൻ വായിച്ചു കേൾപ്പിച്ചുതരാം. അമ്മ പറഞ്ഞതാണ്, ഇനി എനിക്ക് ഒരമ്മൂമ്മ, അത് അപ്പച്ചി വസന്ത ഇനി എൻ്റെ ജീവിതത്തിലില്ല. ഇനി നിനക്ക് എനിക്ക് മെസ്സേജ് അയക്കാനും സാധിക്കില്ല. ഞാൻ നിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. അതൊന്ന്. എങ്ങനെയുണ്ട്? അപ്പോൾ ടെക്സ്റ്റ് മെസ്സേജുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് എന്നർത്ഥം. വോയിസ് ഒന്നും ഇല്ലല്ലേ? കൊള്ളാം, കുറച്ച് കള്ളി. അത് കഴിഞ്ഞ് നിനക്ക് എന്നും രാവിലെ കേൾക്കാൻ ഒരു അതിമനോഹരമായ പാട്ട്. ഇത് നാട്ടുകാർ കേട്ടാൽ നിന്നെ ചൂല് വെച്ചടിക്കും. അത് ഓർത്തു വെച്ചോ. വൃത്തികെട്ട സ്ത്രീയെ, നിന്റെ എല്ലാ ബന്ധുക്കൾക്കും ഓരോ കോപ്പി വീതം അയച്ചിട്ടുണ്ട്. എല്ലാവരും കേൾക്കട്ടെ നിന്റെ പാട്ട്. അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടുകാർക്ക് ഇത് കേൾക്കുമ്പോൾ കൈകൊട്ടിച്ചിരിക്കാനുള്ള വകുപ്പൊന്നും ഇല്ലല്ലോ. എല്ലാവർക്കും ഇങ്ങനെ സന്തോഷകരമായിട്ടുള്ള കുറേ കാര്യങ്ങളാണല്ലോ നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുള്ളത്. ഇവരെന്നെ പറയും, ഞങ്ങളുടെ കണ്ടന്റ് എടുത്തിട്ട് വീഡിയോ ചെയ്യാൻ നിങ്ങൾക്ക് നാണമില്ലേ എന്നുള്ളത്. ഞങ്ങൾ നിങ്ങളോട് അങ്ങോട്ട് ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, വീട്ടിനകത്ത് കിടക്കുന്ന ഈ സാധനങ്ങളൊക്കെ എന്തിനാണ് പുറത്ത് കൊണ്ടുപോയി ഇടുന്നത് എന്നുള്ളത്. കമൻറ്റ് ബോക്സിൽ ഫുൾ നെഗറ്റീവും പോസിറ്റീവും വാരി എറിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. കുറേ ആൾക്കാർ KK ഫാമിലിക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു, കുറേ ആളുകൾ അമ്മൂമ്മക്കും തൻവിക്കും വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത്. ഈ ഫൈറ്റ് ചെയ്യുന്ന ആളുകളുടെ വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ അവർക്ക് നേരെ ഉണ്ടാവില്ല എന്നുള്ളതാണ്. ചിലപ്പോൾ അതിനേക്കാൾ കഷ്ടമായിരിക്കും ഇവരുടെ വീട്ടിനകത്തുള്ള പ്രശ്നങ്ങളൊക്കെ. എന്തായാലും ഈ തൻവി അത്രക്ക് നല്ല വെടുപ്പായിട്ട് എല്ലാ കാര്യങ്ങളും അവതരിപ്പിച്ചിട്ടുള്ളത്. അവർക്ക് അതിന് വലിയ ലക്ഷ്യങ്ങളുണ്ട് എന്നുള്ളതാണ്. അമ്മൂമ്മ ഇനി എന്തായാലും സ്വത്തൊന്നും മറ്റാർക്കും കൊടുക്കില്ല. അത് തൻവി മോൾക്ക് ഉള്ളത് തന്നെയാണ്. മോൾ അങ്ങ് എടുത്തോളുക. പിന്നെ അഹാന കൃഷ്ണയുടെ സ്വഭാവം എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. പിന്നെ എല്ലാവരും പച്ചയായ മനുഷ്യന്മാരാണ്, തെറിയൊക്കെ അങ്ങോട്ടൊക്കെ വിളിക്കും. പക്ഷെ പ്രായത്തിൽ മൂത്ത ആളുകളെ വിളിക്കുമ്പോൾ, അതും നിങ്ങളും ജനിക്കാൻ കാരണക്കാരിയായിട്ടുള്ള അമ്മയുടെ അമ്മ, അവരെ അങ്ങനെ വിളിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആരെങ്കിലും വിളിക്കണ പോലെ അല്ലല്ലോ സ്വന്തം അമ്മൂമ്മയെ വിളിക്കുന്നത്. അതൊക്കെ കുറച്ച് കൂടുതലായിപ്പോയി അഹാന, അത്രേ പറയുന്നുള്ളൂ. അപ്പം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. എന്തുകൊണ്ടാണ് ദിയാകൃഷ്ണ ഇതിൽ ഇടപെടാത്തത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ദിയാകൃഷ്ണയ്ക്ക് അമ്മൂമ്മയെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലെങ്കിൽ മറ്റുള്ള കുട്ടികൾ എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അവരെയും അമ്മൂമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ്. അഹാനയെ മാത്രമാണ് ഇഷ്ടമല്ലാത്തത്. പിന്നെ സിന്ധു കൃഷ്ണ സ്വന്തം അമ്മയെ എതിർത്തുകൊണ്ടൊരു വീഡിയോ അവർ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് അവർക്ക് നെഗറ്റീവ് ആവുമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. പിന്നെ അഹാനയുടെയും യഥാർത്ഥ മുഖം പുറത്തു വന്നു, അത്ര തന്നെ. അപ്പോൾ ഇതാണ് KK ഫാമിലിൻ്റെ അകത്ത് നടക്കുന്ന ടമാറപ്പെടാർ. വീണ്ടും വരെ പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.